അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഇവിടെ സിറ്റി ടൂർ നടത്തുന്ന കമ്പനിയുടെ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുകയാണ് ഞാൻ. അകലെ കാണുന്നതാണ് ലോസ് ആഞ്ചലസിലെ സിറ്റി ഹാൾ, നഗരത്തിൻ്റെ ഭരണസിരാകേന്ദ്രം. ബസ്സിൽ എന്നോടൊപ്പം കുറച്ച് സഞ്ചാരികൾ കൂടിയുണ്ട്. ലോസ് ആഞ്ചലസിലെ ഡൗൺ ടൗൺ ഏരിയയിലൂടെയാണ് ബസ് കടന്നു പോകുന്നത്. അമ്പരചുംബികളായ ഈ കെട്ടിടങ്ങളൊക്കെ ബാങ്കുകളുടെ ആസ്ഥാന മന്ദിരങ്ങളോ വിനോദ വ്യവസായ കമ്പനികളുടെ കേന്ദ്ര ഓഫീസുകളോ വാണിജ്യ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസുകളോ ആണ്. അടുത്തതായി ബസ് ചെന്നെത്തുന്നത് ലോസ് ആഞ്ചലസ് എന്ന നഗരം രൂപപ്പെട്ട സ്ഥാനത്തേക്കാണ്. ആദ്യകാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ വളർത്തിയ പട്ടണമാണ് ലോസ് ആഞ്ചലസ്. അവിടെ ബസ് നിർത്തി സഞ്ചാരികൾ പുറത്തിറങ്ങി. ലോസ് ആഞ്ചലസ് നഗരം രൂപപ്പെട്ട ചെറിയ ചത്വരത്തിലേക്കാണ് ഞങ്ങൾ വന്നിറങ്ങിയിരിക്കുന്നത്. പൗരാണികത തുളുമ്പുന്ന മന്ദിരങ്ങളാണ് തെരുവോര കാഴ്ച. മധ്യത്തിലായി വലിയൊരു മൈതാനം. ഇത് ഇവിടുത്തെ മെത്തഡിസ്റ്റ് ചർച്ചാണ്. ലോസ് ആഞ്ചലസ് പ്ലാസ എന്നാണ് ചത്വരം അറിയപ്പെടുന്നത്. സ്പെയിൻകാരുടെ അധീനതയിലായിരുന്നപ്പോഴും പിന്നീട് മെക്സിക്കോയുടെ കീഴിലായിരുന്നപ്പോഴും ലോസ് ആഞ്ചലസിന്റെ സിറ്റി സെന്റർ ഇതായിരുന്നു. ചത്വരത്തിന്റെ അരികിലുള്ള തെരുവോര ഭാഗം വഴിവാണിഭക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബാഗുകളും തൊപ്പികളും തുണിത്തരങ്ങളും കൗതുക വസ്തുക്കളുമൊക്കെയാണ് വിൽക്കുന്നത്. നടപ്പാതയുടെ ഇരുവശത്തും റെസ്റ്റോറൻറ്റുകളും മധ്യഭാഗത്തായി വഴിവാണിഭക്കാരും. അതിനിടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടത്തം തുടർന്നു. ഒരു സ്ട്രീറ്റ് ആകെ ഷോപ്പിങ്ങിനു വേണ്ടി മാറ്റിയിരിക്കുകയാണ്. വൃത്തിയുള്ള ഷോപ്പുകൾ. ടൂർ കമ്പനി ഇവിടെ അധിക സമയം അനുവദിച്ചിട്ടില്ല. ലോസ് ആഞ്ചലസിന്റെ ചരിത്ര ഓർമ്മകളിൽ മുഴുകി ഞാൻ വേഗത്തിൽ നടന്നു. യൂറോപ്യൻ കോളനിവൽക്കരണം ആരംഭിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷം മുൻപേ തദ്ദേശീയരായ ഗോത്രജനത ലോസ് ആഞ്ചലസിൽ ഉണ്ടായിരുന്നു. 1777 കാലിഫോർണിയ ഗവർണർ ഫിലിപ്പെ ഡി നെവെയാണ് ലോസ് ആഞ്ചലസിന്റെ നവീകരണത്തിന് മുൻകൈയെടുത്തത്. കാലക്രമത്തിൽ ലോസ് ആഞ്ചലസിന്റെ നഗരവിസ്തൃതി കൂടുകയും പ്രധാന നഗരഭാഗം മറ്റൊരിടത്തേക്ക് മാറുകയും ചെയ്തു. എങ്കിലും ഈ പ്രദേശം ഇന്നും പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നു. ചരിത്രപ്രധാനമായ പിക്കോ ഹൗസാണ് ഇടതുവശത്ത് കാണുന്നത്. കാലിഫോർണിയയിലെ അവസാനത്തെ ഗവർണറായിരുന്ന പിയോ പിക്കോയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച ആഡംബര ഹോട്ടലാണിത്. തെരുവിലൂടെ നടന്നെത്തിയത് മിഷൻ ഹൗസിന് മുന്നിലാണ്. ചെറിയൊരു പള്ളിയും സന്യാസിമാർ താമസിച്ചിരുന്ന വീടുകളും അടങ്ങുന്നതാണ് മിഷൻ ഹൗസ്. ഞാൻ മിഷൻ ഹൗസിനകത്തേക്ക് നടന്നു. അവർ ലേഡി ദ ക്യൂൻ ഓഫ് ഏഞ്ചൽസ് ദേവാലയത്തിന്റെ ഭാഗമാണ് മിഷൻ ഹൗസ്. 1784 സ്പെയിനിൽ നിന്നുള്ള ഒരു പാതിരിയാണ് ഇവിടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഒരു ഭാഗത്ത് ബ്ലെസ്ഡ് സാക്രമെന്റ് ചാപ്പൽ. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു മിഷൻ ബിൽഡിംഗ് ആണ് ഇത്. പള്ളിയും അനുബന്ധ കെട്ടിടങ്ങളുമൊക്കെ പുതുക്കി പണിതത് 19-ാം നൂറ്റാണ്ടിലാണ്. ലോസ് ആഞ്ചലസിലെ ഏക റോമൻ കത്തോലിക്ക പള്ളിയായിരുന്നു അക്കാലത്ത് മിഷൻ ബിൽഡിങ്ങിനോടനുബന്ധിച്ചുണ്ടായിരുന്നത്. 2007 അനധികൃത കുടിയേറ്റക്കാരിയായ എൽവിര അറിലാനോ എന്ന മെക്സിക്കൻ യുവതി അമേരിക്കൻ പോലീസിന്റെ പിടിയിലായത് ഈ മിഷൻ ഹൗസ് പരിസരത്ത് വച്ചായിരുന്നു. അന്ന് ഇവിടം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ബസ് ഡ്രൈവർ ഇവിടെ അനുവദിച്ചിരിക്കുന്ന സമയം കഴിയാറായി. ഞാൻ പുറത്തേക്ക് നടന്നു. സിനിമയുടെ, സാഹിത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ വലിയൊരു പട്ടണം പിറന്ന സ്ഥലം ഇതാണ്. അന്ന് നഗരം സ്ഥാപിച്ചവർ ഒരിക്കലും കരുതിയിരിക്കില്ല ഒരിക്കൽ ലോസ് ആഞ്ചലസ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകുമെന്ന്. ലോസ് ആഞ്ചലസിന്റെ പാതകളിലൂടെ ബസ് യാത്ര തുടരുകയാണ്. മരുപ്രദേശം കണക്കെയുള്ള ഭൂമിയാണ് ലോസ് ആഞ്ചലസ്. സ്പെയിനിന്റെ അധിനിവേശ പ്രദേശമായിരുന്നതിനാൽ റോമൻ കത്തോലിക്കർക്ക് പ്രാമുഖ്യമുള്ള സ്ഥലമാണിത്. റോമൻ കാത്തലിക് ആർച്ച് ബിഷപ്പിന്റെ മന്ദിരമാണ് ഇടതുവശത്ത് കാണുന്നത്. നഗരം യുഎസിന്റെ ഭാഗമായതോടുകൂടി വലിയ വാണിജ്യ സ്ഥാപനങ്ങളുടെ ആസ്ഥാനമായി മാറി. സിനിമയും സംഗീതവും അടങ്ങുന്ന വിനോദ വ്യവസായത്തിൻ്റെയും ഐടിയുടെയും തലസ്ഥാനമായി ലോസ് ആഞ്ചലസ് വളർന്നിരിക്കുന്നു.
ഹോളിവുഡ് പ്രദേശത്തേക്കാണ് ഞങ്ങളുടെ മടക്കയാത്ര. ബസ് ഹോളിവുഡ് ബുളവാർഡിലേക്ക് എത്തിയിരിക്കുന്നു. ലോസ് ആഞ്ചലസ് സിറ്റിയുടെ ഭാഗമാണ് ഹോളിവുഡ് എങ്കിലും ഹോളിവുഡ് ബുളവാർഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശമാണ് സിനിമാ വ്യവസായത്തിന്റെ കേന്ദ്രസ്ഥാനം. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ഏതാനും കുടിലുകൾ മാത്രമുണ്ടായിരുന്ന പ്രദേശമാണിത്. 1886-ൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ് ആർക്കും വേണ്ടാതെ കിടന്ന ഈ പ്രദേശത്തിന് ഹോളിവുഡ് എന്ന പേര് നൽകിയത്. 1912-ലാണ് സിനിമാ നിർമ്മാണ കമ്പനികൾ ഹോളിവുഡിലേക്ക് എത്തിത്തുടങ്ങിയത്. ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും സിനിമാ വ്യവസായം ഒന്നാകെ അക്കാലത്ത് ഹോളിവുഡിലേക്ക് പറിച്ചു നടപ്പെട്ടു. ബസ് ഹോളിവുഡിൽ എത്തിച്ചേർന്നു. ഇവിടെ 1 മണിക്കൂർ സമയമാണ് ടൂർ ഓപ്പറേറ്റർ അനുവദിച്ചിരിക്കുന്നത്. ഇതാണ് ഹോളിവുഡ് ബുളവാർഡ്, ലോകപ്രശസ്തമായ ആഡംബര തെരുവ്. ഇത് ഹോളിവുഡ് മ്യൂസിയം. മ്യൂസിയത്തിന് മുന്നിലെ മെർലിന്റെ പ്രതിമയ്ക്കരികെ അതേ രീതിയിൽ പോസ് ചെയ്യുകയാണ് ഒരു പെൺകുട്ടി. തെരുവിൽ സഞ്ചാരികളുടെ പ്രവാഹം. ഇവരിൽ സഞ്ചാരികളുണ്ട്, സഞ്ചാരികളെ ഉപജീവിച്ച് കഴിയുന്നവരുമുണ്ട്. വെള്ളി വെളിച്ചത്തിൽ ജീവിക്കുന്ന സെലിബ്രിറ്റികളെയും അവരുടെ വാസസ്ഥലവും ഒരു നോക്ക് കാണാനാവുമെന്ന പ്രതീക്ഷയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നിറങ്ങുന്ന ആളുകൾ. ഇതാണ് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം. ഹോളിവുഡ് താരങ്ങളുടെ പേരെഴുതിയ നക്ഷത്രങ്ങൾ നടവഴിയിൽ. ഇതിൽ നടീനടന്മാർ മാത്രമല്ല ഉൾപ്പെടുന്നത്, സംഗീതജ്ഞരും പ്രഗത്ഭ സാങ്കേതിക വിദഗ്ധരുമെല്ലാമുണ്ട്. ഹോളിവുഡ് ബുളവാർഡിന്റെ ഇരുവശത്തുമുള്ള നടപ്പാതകളിലാണ് 2 കിലോമീറ്റർ ദൂരത്തിൽ നക്ഷത്രങ്ങൾ പതിച്ചിരിക്കുന്നത്. 1958-ലാണ് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം നിലവിൽ വരുന്നത്. ഇതാണ് പ്രശസ്തമായ എൽ ക്യാപ്റ്റൻ തിയേറ്റർ. 1920-കളിൽ സ്ഥാപിതമായ തിയേറ്ററാണ്. നിലവിൽ വാൾട്ട് ഡിസ്നി കമ്പനിയുടെ ഉടമസ്ഥതയിലാണ് തിയേറ്ററും ചുറ്റുമുള്ള കെട്ടിടങ്ങളും. തിയേറ്ററിന് മുന്നിൽ രസകരമായൊരു കാഴ്ചയുണ്ട്. എൽ ക്യാപ്റ്റൻ തിയേറ്ററിന്റെ ലോബിയാണിത്. ലോബിയിൽ ഒരു ബോക്സ് കാണാം. തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടറാണിത്. ബോക്സ് ഓഫീസ് എന്ന പേര് ഉത്ഭവിച്ചത് ഇതിൽ നിന്നാണ്. ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് അത് ഉണ്ടായതെന്ന് അത് പറയുന്നവർക്ക് പോലും അറിയണമെന്നില്ല. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലൂടെ പ്രശസ്ത താരങ്ങളുടെ പേരുകൾ മുദ്രണം ചെയ്ത നക്ഷത്രങ്ങളിൽ ചവിട്ടിക്കൊണ്ട് നടത്തം തുടരുകയാണ്. ഹോളിവുഡ് കാണാനെത്തിയ സഞ്ചാരികളാണ് എങ്ങും. അങ്ങനെ നടന്നെത്തിയത് പ്രശസ്തമായ ഒരു മന്ദിരത്തിന് മുന്നിലാണ്. ഇതാണ് ഫ്രീമേസൺ ടെമ്പിൾ. ഇപ്പോഴിത് എൽ ക്യാപ്റ്റൻ എന്റർടൈൻമെന്റ് സെന്ററാണ്. ഫ്രീമേസൺ ടെമ്പിളിന്റെ നേരെ എതിർവശത്താണ് ഡോൾബി തിയേറ്റർ. കഴിഞ്ഞ വർഷം വരെ കൊഡാക് തിയേറ്റർ എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. ഇവിടെ വച്ചായിരുന്നു ഓസ്കാർ അവാർഡ് നിശ നടന്നിരുന്നത്. ഈ കവാടം കടന്നാണ് മണ്ണിലെ താരങ്ങൾ റെഡ് കാർപ്പറ്റിലൂടെ ഓസ്കാർ അവാർഡുകൾ സ്വീകരിക്കാൻ പോയിരുന്നത്. റോഡ് കുറുകെ കടന്ന് ഞാൻ ഡോൾബി തിയേറ്ററിനരികിലേക്ക് നടന്നു. അങ്ങകലെ റൂസ്വെൽറ്റ് ഹോട്ടൽ കാണാം. ഹോളിവുഡിന്റെ ഹൃദയഭാഗം ഇതാണെന്ന് പറയാം. ഇവിടെയുമുണ്ട് പേരെഴുതിയ നക്ഷത്രങ്ങൾ. സഞ്ചാരികൾ ഈ പേരുകൾ വായിച്ചുകൊണ്ടാണ് നടന്നു നീങ്ങുന്നത്. തങ്ങൾക്ക് സുപരിചിതമായ താരങ്ങളുടെ പേരുണ്ടോ എന്ന ആകാംക്ഷയാണ് ഓരോരുത്തർക്കും. ഹോളിവുഡ് കഥാപാത്രങ്ങളുടെ വേഷത്തിലും ഡിസ്നി കഥാപാത്രങ്ങളുടെ രൂപത്തിലും നിരവധി പേർ തെരുവോരത്തുണ്ട്. ഈ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലൂടെ നടക്കാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. നാളെ തങ്ങളും ഒരു താരമാകുമെന്ന പ്രതീക്ഷയിൽ സ്വപ്നലോകത്തിലെന്നോണം നടക്കുന്ന സഞ്ചാരികൾ. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലൂടെ ഞാൻ നടത്തം തുടർന്നു. ലോക സിനിമാ വ്യവസായത്തിന്റെ സ്വപ്ന നഗരിയിലൂടെയുള്ള യാത്ര. ഇതാ മറ്റൊരു ഹോളിവുഡ് കഥാപാത്രം, ഹൾക്ക്. മെലിഞ്ഞൊരു സ്പൈഡർമാനുമുണ്ട് ഇവിടെ. ആ കഥാപാത്രങ്ങളുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ $2 കൊടുക്കണം. വാക്ക് ഓഫ് ഫെയിമിൽ നിന്ന് നടന്നെത്തിയത് ഹോളിവുഡ് ഹൈലാൻഡ് എന്നറിയപ്പെടുന്ന വലിയൊരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സിലേക്കാണ്. ഇതൊരു തുറന്ന സ്ഥലമായാണ് നമുക്ക് തോന്നുക എന്നതാണ് കോംപ്ലക്സിന്റെ പ്രത്യേകത. കോംപ്ലക്സിന് മുന്നിലെ സ്കൈ ബ്രിഡ്ജാണ് മുകളിൽ കാണുന്നത്. അതിന് മുകളിൽ നിന്ന് നോക്കിയാൽ ഹോളിവുഡ് സൈൻ കാണാം.
കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണെന്ന് തോന്നാത്ത രീതിയിലാണ് ഈ സമുച്ചയത്തിന്റെ നിർമ്മാണം. ചുറ്റും ധാരാളം സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളും കഫേകളുമുണ്ട്. കോംപ്ലക്സിന്റെ മധ്യഭാഗം തുറന്ന പ്രദേശമാണെന്നതാണ് പ്രത്യേകത. ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതുപോലെ തോന്നും. ഇടയ്ക്ക് 1-2 പാലങ്ങൾ കാണാം. മുറ്റത്തങ്ങിങ്ങായി സിനിമാ താരങ്ങളുടെ വാചകങ്ങളും മറ്റും എഴുതി വച്ചിരിക്കുന്നു. കുറെ സുവനീർ ഷോപ്പുകളും മുറ്റത്തുണ്ട്. പാലത്തിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നതിനാണ് കൂടുതൽ ആളുകളും ഇവിടെ എത്തുന്നത്. അവരുടെ ക്യാമറയിൽ പതിയുന്ന കാഴ്ചകൾ കാണാൻ ഞാൻ പാലത്തിനടിയിലൂടെ മുന്നോട്ട് നടന്നു. അങ്ങകലെ മൗണ്ട് ലീ മലഞ്ചെരിവ് കാണാം. അവിടെയതാ വിശ്വവിഖ്യാതമായ ഹോളിവുഡ് സൈൻ. മുദ്രണത്തിലെ ഓരോ അക്ഷരത്തിനും 4 നിലയുടെ ഉയരമുണ്ട്. ഹോളിവുഡ് മുദ്ര ഏറ്റവും വ്യക്തമായി കാണാനാവുന്നത് ഇവിടെ നിന്നുമാണ്. ഇത് ക്യാമറയിൽ പകർത്താനാണ് സഞ്ചാരികൾ ഈ കോംപ്ലക്സിലേക്ക് വരുന്നത്. ഹോളിവുഡ് സൈൻ കാണാൻ വരുന്നവരെ വാണിജ്യപരമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ആലോചനയിലാണ് ഹൈലാൻഡ് സെന്റർ പണിതിരിക്കുന്നതെന്ന് പറയാം. അവിടെ നിന്നും ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലേക്ക് തിരികെ വന്നു. പ്രഭാതം മുതൽ അർദ്ധരാത്രി വരെ ജനമൊഴുകിക്കൊണ്ടിരിക്കുന്ന പ്രദേശം. പൈറേറ്റ്സ് ഓഫ് കരീബിയനിലെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയുടെ വേഷം ധരിച്ച ഒരാൾ ഇതാ. പക്ഷേ ആൾ ജോണി ഡെപ്പിന്റെ ക്യാപ്റ്റനോളം പോരാ. മറ്റേതോ സിനിമയിലെ നായികയുടെ പ്രച്ഛന്ന വേഷമാണിത്. ഹാരിസൺ ഫോർഡ്, ഗ്ലാഡിയേറ്ററായി അത്ഭുത പ്രകടനം നടത്തിയ റസൽ ക്രോ, ആന്റണി ഹോപ്കിൻസ്, മൈക്കൽ മെഡോവോയ്, നിക്കോൾ കിഡ്മാൻ, സ്റ്റീഫൻ സ്പിൽബർഗ്, ജെയിംസ് ഫോക്സ്, ടിം റോബിൻസ് എന്നിങ്ങനെ നിരവധി താരങ്ങൾ. വാക്ക് ഓഫ് ഫെയിമിന്റെ നടപ്പാതകളെ ഈ താരകങ്ങൾ സമ്പന്നമാക്കുന്നു. ഇവരിൽ സംവിധായകരുണ്ട്, അഭിനേതാക്കളുണ്ട്, സംഗീതജ്ഞരുണ്ട്. ഇതാണ് ചൈനീസ് തിയേറ്റർ. കൊഡാക് തിയേറ്ററിന് കുറച്ചു മാറിയാണ് ചൈനീസ് തിയേറ്റർ. തിയേറ്ററിന് മുന്നിലെ ഫലകങ്ങളിൽ താരങ്ങളുടെ കൈപ്പത്തിയും കാൽപ്പാടും പതിച്ചു വച്ചിരിക്കുന്നത് കാണാം. കഴിഞ്ഞ 2 വർഷമായി ചൈനീസ് തിയേറ്ററിൽ വെച്ചാണ് ഓസ്കാർ അവാർഡ് നിശ നടന്നത്. TCL ചൈനീസ് തിയേറ്റർ എന്നാണ് ഔദ്യോഗിക നാമം. അക്കാഡമി അവാർഡുകൾ പല കാലങ്ങളിൽ പല തിയേറ്ററുകളിൽ വെച്ചാണ് സമ്മാനിച്ചു വന്നിട്ടുള്ളത്. 2002 മുതൽ കൊഡാക് തിയേറ്റർ ഒരു സ്ഥിരം വേദി പോലെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈനീസ് തിയേറ്ററും അതിന്റെ വേദിയായിരിക്കുന്നു. ചൈനീസ് തിയേറ്ററും വലിയൊരു ക്യാമ്പസ് തന്നെയാണ്. കോൺക്രീറ്റ് ഫലകങ്ങളിൽ താരങ്ങളുടെ ഫുട്പ്രിന്റുകൾ പതിച്ചിരിക്കുന്നു. തിയേറ്റർ നിർമ്മിച്ച സിദ് ഗ്രോമാന്റെ കാൽപ്പാടുകൾ അവിചാരിതമായി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഫലകത്തിൽ പതിഞ്ഞു. അതിൽ പ്രത്യേകത തോന്നിയ ഗ്രോമാൻ തന്റെ പങ്കാളികളുടെയും പ്രമുഖ സിനിമാ താരങ്ങളുടെയും കൈകളുടെയും കാലിന്റെയും പാടുകൾ ഫലകത്തിൽ പതിച്ച് തിയേറ്ററിന്റെ മുൻവശം അലങ്കരിച്ചു. ജോണി ഡെപ്പിന്റെ കാൽപ്പാടും ഷൂസിന്റെ പാടുമാണ് ഈ കാണുന്നത്. ഫലകങ്ങളിലെല്ലാം തീയതിയും താരങ്ങളുടെ ഒപ്പുമുണ്ട്. പണ്ട് സഞ്ചാരികൾ തങ്ങളുടെ താരങ്ങളുടെ പേരിലുള്ള ഫലകം ക്രയോൺ വെച്ച് പകർത്തിയെടുത്തിരുന്നു. ആധുനിക കാലത്ത് മൊബൈൽ ക്യാമറകളാണ് ആ ദൗത്യം നിർവഹിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ കാൽപ്പാടുകൾ അന്വേഷിച്ചു നടക്കുകയാണ് ആളുകൾ. ഹോളിവുഡിൽ ഏറെ പ്രത്യേകതയുള്ള ഏതെങ്കിലും സ്ഥാപനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം. ഓസ്കാർ അവാർഡ് വേദി, ഹോളിവുഡ് സൈൻ, ഹോളിവുഡ് ബാനർ കെട്ടിയ ടൂർ ബസ്സുകൾ ഇവയൊക്കെയാണ് കാഴ്ചകൾ. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം അടക്കമുള്ള കാഴ്ചകൾ എല്ലാം തന്നെ വാണിജ്യ താൽപര്യം മുൻനിർത്തിയുള്ളതാണ്. ഹോളിവുഡ് എന്ന വികാരം ഭംഗിയായി വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഹോളിവുഡ് എന്ന വാക്ക് മുൻനിർത്തി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തന്ത്രം. യഥാർത്ഥത്തിൽ ഹോളിവുഡിൽ ഇപ്പോൾ സിനിമാ നിർമ്മാണമൊന്നും നടക്കുന്നില്ല. സ്റ്റുഡിയോകളുമില്ല. ഓസ്കാർ അവാർഡ് നിശയാണ് ഈ തെരുവിൽ നടക്കുന്ന ഏറ്റവും പ്രധാന പരിപാടി. പക്ഷേ താരങ്ങളുടെ പേരെഴുതി വെച്ചൊക്കെ ആയിരക്കണക്കിന് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. തെരുവിൽ സഞ്ചാരികൾ നിറഞ്ഞൊഴുകുകയാണ്.
യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോലുള്ള ഒന്നോ രണ്ടോ സ്റ്റുഡിയോകൾ മാത്രമാണ് ലോസ് ആഞ്ചലസിൽ പോലും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും സഞ്ചാരികൾ ഹോളിവുഡിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരുവിലെ പോലീസുകാരിൽ പോലും ഒരു രസികത്വമുണ്ട്. പ്രച്ഛന്ന വേഷക്കാരനുമായി സൗഹൃദ സംഭാഷണത്തിലാണ് അയാൾ. രസകരമായ കാഴ്ചകൾ. നടന്നെത്തുന്ന ബാറ്റ്മാൻ ക്യാമറ കണ്ടപ്പോൾ മുഖം മറച്ചുകളഞ്ഞു. ലോകത്തിന്റെ പല കോണിൽ നിന്നെത്തിയ സഞ്ചാരികൾ. നമ്മുടെ ബോളിവുഡിൽ ഇങ്ങനെയൊരു സ്ഥലം കാണിക്കാനില്ല. വേണമെങ്കിൽ കോടമ്പാക്കത്തെ ഇത്തരത്തിൽ സിനിമാ കാഴ്ചകളുടെ ഹെറിറ്റേജ് സ്ട്രീറ്റാക്കി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒരു കാലത്ത് തമിഴ്, മലയാളം, തെലുങ്ക് സിനിമകളുടെ തിരക്കുള്ള നിർമ്മാണ കേന്ദ്രമായിരുന്നുവല്ലോ കോടമ്പാക്കം. ടൂർ ബസ്സുകാർ അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ബസ് കിടക്കുന്ന സ്ഥലത്തേക്കാണ് എന്റെ നടപ്പ്. തെരുവിനെ മുറിച്ചു കടന്ന് വന്ന വഴിയെ നടന്നു. ഇതാ ഒരു സ്പൈഡർമാൻ കൊച്ചുകുട്ടിയോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. $5 വാങ്ങിയിട്ടാണെങ്കിലും സ്പൈഡർമാൻ കുട്ടിയെ രസിപ്പിക്കുന്നുണ്ട്. ഫ്രീമേസൺ ടെമ്പിളിന്റെ മുന്നിലൂടെ വാക്ക് ഓഫ് ഫെയിമിലൂടെ നടത്തം തുടർന്നു. ഹോളിവുഡ് ബൊളവാർഡിൽ ബസ് നിർത്താൻ അനുവാദമില്ല. മറ്റൊരു തെരുവിലാണ് ബസ് കിടക്കുന്നത്. എൽ ക്യാപ്റ്റൻ തിയേറ്റർ കടന്ന് ബസ് എത്തുമെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നടന്നെടുത്തു. മറ്റൊരു പാർക്കിംഗ് ഏരിയയിൽ നിന്നുമാണ് കൃത്യസമയത്ത് ബസ് ഇവിടേക്കെത്തുക. തെരുവിലേക്കെത്തുന്ന സഞ്ചാരികളുടെ വൈവിധ്യം കണ്ട് ഞാൻ കുറച്ചുനേരം നിന്നു. വീണ്ടും നടത്തം. സിനിമാ തിയേറ്ററും ഹോളിവുഡ് മ്യൂസിയങ്ങളുമൊക്കെയുള്ള തെരുവുകൾ. ബസ്സിൽ കയറി യാത്ര തുടരുകയാണ്. 1927 മുതൽ 1948 വരെയുള്ള കാലമാണ് യഥാർത്ഥത്തിൽ ഹോളിവുഡിന്റെ സുവർണകാലം. ഓരോ സ്റ്റുഡിയോയും സ്വന്തം തിയേറ്ററുകളിൽ സ്വന്തം സിനിമകൾ മാത്രം കാണിച്ചിരുന്ന കുത്തക കാലമായിരുന്നു അത്. ചെറിയ മല കയറിയാണ് ഇപ്പോഴത്തെ യാത്ര. ഇടതുവശത്ത് ചെറിയൊരു ആംഫി തിയേറ്റർ. അത് പിന്നിട്ട് നീങ്ങുമ്പോൾ വരണ്ട കുന്നുകളാണ് കാഴ്ച. കാലിഫോർണിയയുടെ ഈ ഭാഗത്തിന്റെ പ്രത്യേകതയാണിത്. ഒട്ടും ആകർഷകമല്ലാത്ത ഭൂപ്രദേശമാണ് ലോസ് ആഞ്ചലസും പരിസര പ്രദേശങ്ങളും. എങ്ങും ഉണക്കക്കുന്നുകളാണ്. പക്ഷേ ഓരോ കുന്നിൻ മുകളിലും പണിതിരിക്കുന്ന ബംഗ്ലാവുകൾക്കും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനും കോടാനുകോടി ഡോളറാണ് വില. അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുത. അത്തരത്തിലുള്ള കുറേ കാഴ്ചകൾ കാണാനാണ് ഇനിയുള്ള യാത്ര. ഹോളിവുഡ് സെലിബ്രിറ്റികൾ താമസിക്കുന്ന വീടുകൾ കാണണം. മല കയറി മുകളിൽ ചെല്ലുമ്പോൾ ഹോളിവുഡ് സൈൻ കുറച്ചുകൂടി ഭംഗിയായി കാണാമെന്നാണ് ഡ്രൈവർ പറയുന്നത്. ഹോളിവുഡ് സൈനിന്റെ വിദൂര കാഴ്ചയാണ് ഇടതുവശത്ത്. കുന്നിൻ മുകളിലെ ഒരു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി. ഹോളിവുഡിന്റെ മാത്രമല്ല ലോസ് ആഞ്ചലസ് സിറ്റിയുടെ തന്നെ കുറേയേറെ കാഴ്ചകൾ ഈ കുന്നിൻ മുകളിൽ നിന്നാൽ കാണാം. അങ്ങകലെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണുന്നതാണ് ലോസ് ആഞ്ചലസ് പട്ടണത്തിന്റെ ഡൗൺ ടൗൺ പ്രദേശം. കെട്ടിടങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ കാണുന്നത് US ബാങ്ക് കെട്ടിടമാണ്. അതിനടുത്തു നിന്നുമാണ് ഞാൻ ഇങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങിയത്. ഹോളിവുഡ് ഫ്രീവേ എന്നറിയപ്പെടുന്ന ഹൈവേയാണ് താഴെ കാണുന്നത്. കുന്നിൻ മുകളിൽ നിന്നാലാണ് ഹോളിവുഡ് സൈൻ കാണാനാവുക. മുകളിലേക്ക് നടന്നു കയറണം. സഞ്ചാരികളെല്ലാം ഹോളിവുഡ് സൈൻ ക്യാമറയിലാക്കാനുള്ള വ്യഗ്രതയോടെയാണ് കുന്നു കയറുന്നത്. ഹോളിവുഡ് സൈനിന് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. ഒരു റിയൽ എസ്റ്റേറ്റ് വ്യവസായി വാങ്ങിക്കൂട്ടിയ കുന്നിന് അയാളുടെ ഭാര്യ ഹോളിവുഡ് എന്ന പേര് നൽകുകയായിരുന്നു. ആളുകൾ കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നത് ലോകപ്രശസ്തമായ ആ മുദ്രയാണ്. വരണ്ട കുന്നിൻ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന 40 അടി ഉയരമുള്ള ഹോളിവുഡ് സൈൻ. ഇത് പലതവണ മറിഞ്ഞു വീഴുകയും തീപിടിച്ച് നശിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഉയർത്തെഴുന്നേൽപ്പിന്റെ ഗാംഭീര്യവുമായി ഹോളിവുഡ് സൈൻ കുന്നിൻ മുകളിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു. ഇതിന്റെ ഫോട്ടോ എടുക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നു. ഹോളിവുഡ് ഫ്രീവേ എന്നറിയപ്പെടുന്ന പ്രധാന പാതയാണിത്. അതിലൂടെ വാഹനങ്ങൾ ഒഴുകുന്നു. ലോസ് ആഞ്ചലസ് പട്ടണവും കടന്നുപോകുന്ന 16 വരി പാത. നഗരം പസഫിക് സമുദ്രത്തോളം പരന്നു കിടക്കുന്ന കാഴ്ച. ബസ് പുറപ്പെടാറായിരിക്കുന്നു. ഞാൻ കുന്നിറങ്ങി. ബസ്സിൽ കയറി യാത്ര തുടരുകയാണ്.